സുപ്രഭാതം ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 28-ാം തീയതി അങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേയ്സ്, സമയം വരുമ്പോഴേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നലത്തെ ന്യൂസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാനഡയിൽ ഇപ്പോൾ അവർ ഇമിഗ്രേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കാനഡയിലുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്ന വെച്ചാൽ പറയുക അവിടെ എന്താ പ്രശ്നം. കാരണം മോസ്റ്റ്ലി പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ പ്രോസസ്സസ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാവുന്നുണ്ട്. നമ്മൾ ലണ്ടനിൽ പ്രശ്നം കണ്ടു. ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ ന്യൂസ് അധികം കാണുന്നില്ല. പക്ഷേ അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്നാണ് എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞത് അവിടെ ലണ്ടനിലുള്ളവർ. പിന്നെ കാനഡയുടെ പ്രശ്നം ഇന്നലെ ജസ്റ്റിൻ ട്രൂഡോ വലിയൊരു ന്യൂസ് അനൗൺസ് ചെയ്ത് അവർ ഇമിഗ്രേഷൻ പോളിസി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കാൻ പോണ്. പിന്നെ കുറേ കട്ടൗട്ട് ചെയ്യാൻ പോകുന്നെന്നും കേട്ടു. അത് പ്രസിഡൻസി ആയിക്കോട്ടെ, പുതിയ ആൾക്കാർ വരേണ്ടതായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പുതിയ നിയമം അവർ കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ കാനഡയിലുള്ള നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ ജോലി നോക്കാൻ പോയവരുണ്ടാവും കുറേ എണ്ണം പുതിയ ആൾക്കാർ, വിസിറ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ, അങ്ങനെ പലതും. അവർ പറയുന്നത് പറഞ്ഞാൽ കൂടുതലും 6.4% അവർ ഇമിഗ്രൻസിനെ ഉള്ള അവരുടെ ഇത്. പക്ഷേ ഇപ്പോൾ അത് 6.4% 11.2% വരെ ആൾക്കാർ പുറത്തെ ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. ഇപ്പോൾ സമയം രാവിലെ 5:30 ഇന്ന് ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി. ഇന്നലെ ഓൾമോസ്റ്റ് കണ്ട ബുർജ് ഖലീഫ കാണുന്നില്ല, ഒരു ചെറുതായിട്ട് അതിൻ്റെ ടോപ്പ് മാത്രം കാണാം നമുക്ക്. ബാക്കി എല്ലാതും ഒരു മഞ്ഞ് മാതിരി. ഇതൊക്കെ ഹ്യൂമിഡിറ്റിയാണ്. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽസ് ലൈക്ക് എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് സമയമായിട്ടുള്ളൂ, പക്ഷേ വേർത്ത് തുടങ്ങി. ഇന്നലത്തെ ഹ്യൂമിഡിറ്റി 52% ആയിരുന്നു. ഇന്നലെ ഫീൽസ് ലൈക്ക് 52%. അങ്ങനെ വരുമ്പോഴാണ് ബേസിക്കലി ഹ്യൂമിഡിറ്റി കാരണം. കുറച്ച് ദിവസം മുമ്പ് നല്ല രാത്രി ഒരു 29 ഡിഗ്രിയൊക്കെ വന്നപ്പോൾ 29-26 ഡിഗ്രിയൊക്കെ ടച്ച് ചെയ്തു. ഞാൻ വിചാരിച്ചു വാവ്, ഇനി നല്ല ക്ലൈമറ്റ് വരാൻ പോണ്. പിന്നെ ഇവിടെ UAE എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ബേസിക്കലി സൊഹേൽ സ്റ്റാർ കണ്ടാൽ അവർ വിൻ്റർ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടു അവർ. ഇപ്പം കുറച്ച് സമയം എടുക്കും, ഒരു മാസമെങ്കിലും എടുക്കും. അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേനും സെപ്റ്റംബർ എൻഡ് ആകുമ്പോഴത്തേനും നല്ല ക്ലൈമറ്റ് ആവും ദുബായിൽ. ഇപ്പോൾ പക്ഷേ ഈ ഹ്യൂമിഡിറ്റിയാണ് സഹിക്കാൻ പറ്റാത്തത്. ഒന്നും പറയണ്ട, വിശ്വസിക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ ഒരു ട്രേഡിങ് വീഡിയോ ഇട്ടിരുന്നു. ട്രേഡിങ് വീഡിയോ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ എന്നോട് ചോദിച്ചു, അപ്പോൾ അതുകൊണ്ട് ഇട്ടാണ്. പിന്നെ അതിൻ്റെ ഇതിൽ ഒരാളെങ്കിൽ കമൻ്റ് ചെയ്തിരുന്നു, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പണി ചെയ്തുകൂടെ, ബാക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്, വോളിയം കുറവാണ്, നിങ്ങൾ പറ്റുന്ന പണി ചെയ്തുവിടുന്നു പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് സഹോദര, ഇങ്ങനെ കുറേ 1-2 ആൾക്കാരിങ്ങനെ വരും. ഞാൻ ആരെയും തെറ്റ് പറയണല്ല, അവരുടെ ഇതിൽ വെച്ചിട്ട് പറയണതാണ്, വിച്ച് ദേ ആർ റൈറ്റ് ഫ്രം ദെയർ സൈഡ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രേഡിങ്ങിലൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. അതൊരു പാസീവ് ഇൻകം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെയും ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ കൂടെ, ഞാൻ ട്രേഡിങ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പഠിക്കണുള്ളൂ. അത് സമയമെടുക്കും ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണ് ഞാൻ $100 വെച്ച് കളിക്കുന്നത്. ആ $100 വെച്ച് ചിലപ്പോൾ നഷ്ടം വരും, പിന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ $100 കൂടുതൽ ഞാൻ ചിലവാക്കില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ ആദ്യം ഡെമോ ട്രേഡിങ്ങിലാണ് തുടങ്ങിയത്. ഓൾമോസ്റ്റ് 1 കൊല്ലം വരെ ഞാൻ ഡെമോ ട്രേഡിങ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയും. പേപ്പർ ട്രേഡിങ് എൻ്റെ പൈസ ചിലവാക്കാണ്ട് പേപ്പർ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു $20 ഇട്ട് പിന്നെ അത് $100 വരെ ആക്കിയത്. പിന്നെ നഷ്ടം വന്നിട്ട് ആ $20 ഇട്ടും പോയിട്ട് $100 ഇട്ടും പോയിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഒരു 4 കൊല്ലം ഞാൻ ഇപ്പോൾ ട്രേഡിങ് ചെയ്യണം ഈ സെയിം എമൗണ്ടിൽ തന്നെ. ഈ $100 വെച്ച് ഞാൻ ട്രേഡിങ് ചെയ്തിട്ട് ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 300-400, ചിലപ്പോൾ 250 അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ആ എമൗണ്ട് എടുക്കും. എൻ്റെ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി $100 വയ്ക്കും ഞാൻ. അങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ഒരു മാസം 600-700 അല്ലെങ്കിൽ 1000 ദിറം കിട്ടുമെന്ന് വെച്ചാൽ നല്ലതല്ലേ. അതൊരു പാസീവ് ഇൻകം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ പ്ലീസ് എൻ്റെ സഹോദരൻ, നിങ്ങളെൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ പറ, ഇങ്ങനെ ഇത് പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ് ആരെയും ഇതാക്കാനല്ല. അതിൽ ഞാൻ ഡിസ്ക്ലെയിമർ ഇട്ടുണ്ട്. നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം
ട്രേഡിങ്ങിൽ കടക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളോട് എല്ലാവരോടും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ട്രേഡിങ്ങിനെ പറ്റി വീഡിയോ ഉണ്ടാക്കിക്കൂടെ ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചവരോട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചാനലിൽ ഞാൻ ട്രേഡിങ് കാണിക്കാനല്ല പോകുന്നത്, എൻ്റെ നോർമൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനൊരു ട്രേഡിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്ലീസ് ബി കെയർഫുൾ. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്ട്രാ പൈസ എന്ന് വെച്ചാൽ ഒരു $100 ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് പ്ലീസ് പ്രാക്ടീസ്, നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ട്രേഡിങ് പഠിക്കുക, എന്നിട്ട് ട്രേഡിങ് ചെയ്യുക, അതിലേക്ക് കിടക്കുക. ഓക്കെ. അയ്യോ, ഇന്ന് പറ്റണില്ല നടക്കാൻ, അത്രയും ചൂടല്ല ആക്ച്വലി, ഉഷ്ണം. ഇതന്നെ ഹ്യൂമിഡിറ്റി. സ്കൂൾ ബസ്സൊക്കെ തുടങ്ങി. ഇന്നലെ കുറേ ആൾക്കാർ ന്യൂസിൽ പറയണ്ടായിരുന്നു ഭയങ്കര ട്രാഫിക്, ആൾക്കാർ പെട്ടുപോയി. ഒന്നും പറയണ്ട, നിങ്ങളെന്ത് പറയണു? ദുബായിലുള്ള ആൾക്കാർ ട്രാഫിക്കിൽ പെട്ടോ? കുട്ടികളുടെ സ്കൂൾ തുടങ്ങിയില്ലേ? അപ്പോൾ അങ്ങനെ ഇതൊരു തലവേദന തന്നെ. രാവിലെ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. കുട്ടികളുടെ സ്കൂള് ഏറ്റവും കൂടുതൽ രാവിലെയും പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിയാവണ വരെ ഭയങ്കര ട്രാഫിക് ഇവിടെ ദുബായിൽ. 3 മണിക്ക് സ്കൂൾ വിടുന്ന സമയവും പിന്നെ രാവിലെ ഒരു 5:30 മുതൽ 6 മണി വരെ 7 മണി വരെ ഫുൾ സ്കൂളിൻ്റെ സമയമുണ്ട്. ഭയങ്കര ട്രാഫിക് ഇവിടെ. ഇത് കണ്ടോ റോഡിൻ്റെ സൈഡിൽ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് പുല്ലാ, ശരിക്കുള്ള പുല്ലല്ല. ഇവിടെ ബിൽഡിംഗ് പണിയുണ്ട്, അപ്പോൾ അവന്മാരിട്ടാണ് തോന്നുന്നത് ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് പുല്ല്. ഇതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ മാർക്കറ്റിലും പ്ലാസ്റ്റിക് തരാമല്ലോ. കണ്ടോ അവിടെയും വരുന്നുണ്ട്. എനിക്കൊന്നും ഇതല്ലാതെ അവർ ഡ്യൂപ്ലിക്കേറ്റ് പുല്ലിടാൻ പോകുന്നു ഇവിടെ ദുബായിൽ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പ്ലാസ്റ്റിക് അവർ തരുന്നത് ബേസിക്കലി കോൺ വെച്ചിട്ട് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്, റീസൈക്ലബിൾ പ്ലാസ്റ്റിക്. അത് കോൺ, നമ്മളുടെ ബുട്ട. അപ്പോൾ അതിന് ഇപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കണം. നിങ്ങൾക്കറിയാലോ 25 ഫീൽഡ്സ് ഇപ്പോൾ അതിനുണ്ട്. ഇനി ഞാൻ പുതിയ റൂട്ട് എടുക്കുക. ആക്ച്വലി കുറച്ചും കൂടി കൂടുതലൊന്ന് കറങ്ങിയിട്ട് വരാൻ തിരിച്ചു. എപ്പോഴും സെയിം റൂട്ട് പോകുമ്പോൾ ഒരു ജാതി ബോറിങ്. അപ്പോൾ ഞാൻ റോഡ് സൈഡിൽ കൂടെയാണ് ഞാനിന്ന് വേറെ റൂട്ട് എടുത്തിട്ട് നടന്നിട്ട് പോകാൻ പോകുന്നത്. പുറത്ത് വന്നപ്പോൾ കുറച്ചൊരു കാറ്റുണ്ട്, കാരണം അവിടെ ഉള്ളിലാവുമ്പോൾ ബിൽഡിങ്സ് കാരണം അതിൻ്റെ കാറ്റ് ശരിക്കും കിട്ടണില്ല. ഇത് കണ്ട മഞ്ഞ് കണ്ട, ഒന്നും കാണാൻ പറ്റില്ല ബിൽഡിംഗ് ഒന്നും, ഭയങ്കര മഞ്ഞ്. അയ്യോ, ഹ്യൂമിഡിറ്റി ദുബായിൽ ഇങ്ങനെയാണ്. നമ്മുടെ ഡൽഹിയിൽ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ തണുപ്പാണ്. ഇത് ഓപ്പോസിറ്റാണ്. ഇത് ഒറിജിനൽ പുല്ല. ഇവിടെ നമ്മളീ എന്ന് വെച്ചാൽ നേച്ചറിൻ്റെ അടുത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ പുല്ലുകൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ആ മണമുണ്ട്. ഇപ്പം ഞാൻ അവിടെ നടക്കുന്ന സമയത്തിന് ഇത്രയേ ഉള്ളൂ പുല്ലും ചെടിയും, പക്ഷേ അതിൻ്റെ ആ മണമുണ്ടല്ലോ, ഒരു ഫ്രഷ്നെസ്സാണ്, നല്ലൊരു ഫീലിങ്ങാണ്. അതിൻ്റെ ഒപ്പം തന്നെ കണ്ടില്ലേ ചെയ്ത് കിളികൾ, ആ ഭാഗത്ത് നമ്മൾ ഒറ്റ കിളികളെ കണ്ടില്ല. ഇതുണ്ട നേച്ചർ, ഇത്രയും ചെറിയ ഭാഗം പക്ഷെ എത്ര കിളികളാന്ന് നോക്കിയാൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പോയി. ഇവിടെ എല്ലാതും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവരിവിടെ ചെടി നട്ടിട്ടുണ്ടാക്കുന്നത്. പക്ഷേ ആ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കണ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതാണ് പ്രശ്നം. നോക്കിയാൽ ബ്യൂട്ടിഫുൾ. രാവിലത്തെ ട്രാഫിക്കിൻ്റെ തിരക്ക് നോക്കിയാൽ അമ്മേ. ഇതിനാണ് പറയുന്നത് നമ്മൾ റാറ്റ് റേസ്. നമ്മുടെ ജീവിതം ഒരു റാറ്റ് റേസ് മാതിരിയാണ്. എല്ലാവരും ജോലിക്ക് പോവുക, പിന്നെ അതന്നെ 9 to 5 ജോബ്, ഡെയിലി ലൈഫ് ഇതന്നെ. രാവിലെ ജോലിക്ക് പോവുക, വൈകുന്നേരം വീട്ടിലെത്തുക, പിന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുക. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഓഫ്, പുറത്ത് പോവുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈവൻ ദോ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ബിസിനസ്, അതിലും സെയിം റാറ്റ് റേസ് തന്നെയാണ് രാവിലെ. കാരണം നമ്മളുടെ ജോലി നമ്മളെ സ്ഥാപനം, പക്ഷെ ഒരു ഇതുള്ളൂ, നമ്മൾ വേറെ ആരുടെ കീഴിലല്ല ജോലി ചെയ്യണത്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ സെയിം റാറ്റ് റേസ് ആയി. രാവിലെ നമ്മൾ പോയി ജോലി ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിലെത്താം, അത് തന്നെ. വേറൊരു ലൈഫില്ല എന്നുവെച്ചാൽ നൗ ഐ ആം 50, നമ്മൾ 50 വയസ്സായി. അപ്പോൾ അതിലും വേറൊരാൾ കമൻറ്റ് ചെയ്തിരുന്നു, എൻ്റെ പ്ലാനിനെ പറ്റി എന്തോ ഒരു കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് എനിക്കിഞ്ഞു കറങ്ങണമെന്നുണ്ട് കുറേ. പക്ഷേ ഓഫ് കോഴ്സ് അതിനുവേണ്ടി പൈസ വേണം, ഇല്ലയെന്നല്ല, ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മളത് പ്ലാനിങ് ചെയ്യണം. അത് പ്ലാനിങ് ചെയ്താൽ അതിൻ്റെ ഒരു ഇത് പറ്റുള്ളൂ. പിന്നെ ബഡ്ജറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ പ്ലാനിങ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ചാനൽ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കും. അതാണ് എൻ്റെ മെയിൻ പ്ലാൻ, കറങ്ങണം. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് ഞാൻ വരില്ല. കാരണം ഇവിടെ ഒന്നാമത്തത്
പൊല്യൂഷൻ, പിന്നെ ഈ ഒച്ച, ഒരു പേടി. എങ്ങനെ വണ്ടി അങ്ങനെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി. ഇത് ബുർജ് ഖലീഫ കുറച്ച് കണ്ടു തുടങ്ങി, കുറച്ചൊക്കെ ഹ്യൂമിഡിറ്റി പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലുണ്ട് കുറച്ചൊക്കെ. അയ്യോ, ഞാൻ ഒരു ചാലഞ്ച് എടുക്കാൻ തീരുമാനിച്ചേ. ഇത് ഞാൻ എൻ്റെ DJ Neo ചാനലിൽ ഞാൻ ചെയ്തായിരുന്നു, അത് കംപ്ലീറ്റും ചെയ്തു. പക്ഷേ ഇതിൽ ഞാൻ ചെറിയ ചാലഞ്ച് എടുക്കണം, 30 days 30 വീഡിയോസ് എന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണല്ലോ, അപ്പോൾ നമുക്ക് ഡെയിലി ഞാൻ എന്ത് ചെയ്യണു, നമ്മളുടെ ലൈഫ് എങ്ങനെ നീങ്ങിപ്പോണു, എൻ്റെ പ്രശ്നങ്ങളുടെ അടക്കം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലയോ, അതെല്ലാതും ഡെയിലി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് 30 daysന് വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്യുന്നു. കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല, പക്ഷേ ഞാൻ ചാലഞ്ച് സ്വന്തം എന്നോട് തന്നെ ഞാൻ ചാലഞ്ച് ചെയ്യണം. സോ ഇന്ന് മുതൽ ആ ചാലഞ്ച് തുടങ്ങുന്നത്. Day 1 ഇന്ന് തുടങ്ങണം. ഇന്ന് മുതൽ 30 days 30 വീഡിയോസ് ചാലഞ്ച്. ഞാൻ എൻ്റെ DJ Neo ചാനൽ തുടങ്ങിയപ്പോഴും അങ്ങനെ ചെയ്തായിരുന്നു. എൻ്റെ DJ Neo ചാനൽ ഹിറ്റാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാൻഡമിക് സമയത്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. കാരണം ആ സമയത്ത് ഞാൻ കുറേ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ട് അതിലിട്ടു. ഹിന്ദിയിലായിരുന്നു ആ ചാനൽ. ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ടു. അതിൽ കൂടുതലും മ്യൂസിക് റിലേറ്റഡ് ടോപ്പിക്കായിരുന്നു. മ്യൂസിക് കമ്പോസിഷനും പിന്നെ ഓഡിയോ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരുന്നു ആ ചാനലുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഞാൻ അധികം ഇടാറില്ല, കാരണം സ്റ്റുഡിയോ നിന്നായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട് അതിനെ ഇടണില്ല. ഇനി ഡൽഹിയിൽ നിന്നിട്ട് നോക്കണം എന്താ ചെയ്യണമെന്ന്. അതിൽ ഓൾമോസ്റ്റ് 30,000 സബ്സ്ക്രൈബർ, 29,775 സബ്സ്ക്രൈബേഴ്സായി. അതിൽ കുറച്ച് ഇൻകം വരുന്നുണ്ട്, അധികമില്ല, എന്നാലും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനൽ, ആ ഒരു ചാനൽ പിന്നെ ഇതും. ഇവിടെ ഞാൻ ബേസിക്കലി ഡെയിലി വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മലയാളത്തിൽ. ഇപ്പോൾ ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, എൻ്റെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അവർ എനിക്ക് മെയിൽ അയച്ചു. അപ്പോൾ എനിക്ക് ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ ഒരു മാസമോ കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവും. അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് കുറച്ച് ഇൻകം കിട്ടും. നല്ലൊരു കാര്യം അത്, കാരണം നമുക്ക് എക്സ്ട്രാ ഇൻകം വരുന്നത് എപ്പോഴും നല്ല തന്നെയാണ് അല്ലേ. അതും ഈ സമയത്ത്, എനിക്ക് ജോലിയില്ലാത്ത സമയത്ത്. ഈ ഭാഗത്തൊന്നും ഗ്രീനറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ജാതി ബോറിങ്ങാണ്. സൂര്യനും ഉദിച്ചു. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ പുഴയുടെ അരികിലത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും പിന്നെ പാർക്കുണ്ട്, നല്ല നേച്ചർ, അതിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലിംഗാണ്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല, ഒരു സുഖമില്ല. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ, ഞാൻ അങ്ങനെ 2 ക്യാമറാസ് ഉപയോഗിക്കാറുള്ളൂ. ഒന്ന് എൻ്റെ ഫോൺ, എൻ്റെ ഉള്ള Xiaomi 14 Ultra, പിന്നെ ഒന്ന് DJI Osmo Pocket 3. ഇതാണ് എൻ്റെ ഫോൺ. ഇതിൽ കൂടെയാണ് ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ കണ്ടത്. കണ്ടോ എൻ്റെ ക്യാമറ ഉണ്ട്. ഇത് സ്പെഷ്യലി വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടും ഷൂട്ടിങ്ങിനും വേണ്ടിയിട്ടാണ്. എനിക്ക് പിന്നെ വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ഇപ്പോൾ ഞാൻ ഫൈനൽ കട്ടും അഡോബ് പ്രീമിയർ പ്രോ എന്നല്ല, ഞാൻ ഉപയോഗിക്കുന്നത് ഡാവിൻഷി റിസോൾവ്. അതിലാണ് ഞാൻ ഫുൾ എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും. ഇപ്പോൾ ഞാൻ കളർ ഗ്രേഡിങ്ങും കൂടി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്രീ സമയം കിട്ടുമ്പോൾ എത്ര പഠിക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, നിങ്ങളെങ്ങനെ ഇത്ര പോസിറ്റീവായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ പുട്ട് യുവർ മൈൻഡ് ഇൻ ടു സംതിങ് ലേണിംഗ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയൊരു ടോപ്പിക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അത് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക്, എസ്പെഷ്യലി എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് പഠിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലും എൻ്റെ സമയം അതിലിടുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അതിലിടും. പിന്നെ ട്രേഡിങ്ങിലും ഞാൻ പറഞ്ഞില്ല, അതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ആ സ്ട്രെസ് ലെവൽ വളരെയധികം കുറയും. പിന്നെ എൻ്റെ പൈസയുടെ അപ്ഡേറ്റ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്നും ആൾ കുറേ ട്രൈ ചെയ്തു. ആൾ വണ്ടി വിൽക്കാൻ നോക്കണം. ഇപ്പം അത് കുറച്ച് സമയമെടുക്കും. പിന്നെ കുറച്ച് ക്ലയൻസിൽ നിന്ന് കിട്ടാനുണ്ട്. ഞാനും പോയിരുന്നു, എന്നെയും കൊണ്ടുപോയ ആൾ എന്ന് വെച്ചാൽ എനിക്കറിയാം ആൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ വിശ്വാസത്തിലാണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ വഴിയില്ല, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല എനിക്ക്. പിന്നെ കേസും കൂടിനും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് വേറൊരു തലവേദനയാണ്. മനസ്സിലായില്ലേ? എനിക്കെന്തായാലും കിട്ടുമെന്നറിയാം. കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച കൂടി എടുക്കും. അപ്പോൾ അതുവരെ നമ്മളെങ്ങനെ സഹിച്ച് പറ്റൂ. ഇപ്പം എനിക്ക് സ്ട്രെസ് ഉണ്ട് അതിൻ്റെ, പക്ഷേ നമ്മൾ ആ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ പറ്റിയിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യു ഗെറ്റ് മീ? സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം കൂടുതലും, ഞാൻ പറഞ്ഞില്ല, വാക്കിംഗ് ആയി എക്സസൈസ് ചെയ്യുമ്പോൾ കുറേ സ്ട്രെസ് അങ്ങോട്ട് റിലീവ് ആവും എക്സസൈസ് ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തത് പഠിക്കുക, ലേൺ സംതിങ് ന്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ നോക്കുക. അപ്പോൾ
അതിലും നിങ്ങളുടെ ആ ചിന്ത മറ്റേ ചിന്തയിൽ നിന്ന് പോയിട്ട് ഇതിലേക്ക് മാറും. സോ ഈ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. എവറിബഡി ഈസ് ഡിഫറെൻറ്റ്, ഐ നോ ദാറ്റ്. ചിലവർക്ക് അത് എടുക്കാൻ പറ്റില്ല, ചിലവർക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അവൾക്ക് ഒട്ടും സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വലിയ കാര്യമായി. പക്ഷേ ഐ ആം കൂൾ. നമ്മൾ കൂളായിട്ടിരിക്കണം. നമ്മൾ വെറുതെ സ്ട്രെസ് എടുത്ത് നമ്മൾ തന്നെ നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ ചീത്തയാക്കണം. ഇറ്റ്സ് നോട്ട് നൈസ്. ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഹെൽത്ത് അഡ്വേഴ്സ്ലി. സോ ഡു നോട്ട് ടേക്ക് സ്ട്രെസ്. എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ റിലാക്സ് ചെയ്യുക, ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നാളെ എല്ലാം ഒന്ന് ശരിയാവും. ആൻഡ് ഇറ്റ് വിൽ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പിന്നെ അതേ നടക്കൂ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഞാനിപ്പോഴും വിചാരിക്കുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി ഇൻ ഡൽഹി. ഞാൻ അങ്ങനെ വിചാരിക്കണേ. ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരിക്കും, പക്ഷേ എന്തായാലും ടുമാറോ ഐ വിൽ ബി ഇൻ ഡൽഹി. അങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ. നമ്മൾ ആലോചിക്കണം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ആ മാനിഫെസ്റ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ യൂട്യൂബും പിന്നെ ട്രേഡിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് സമയം അങ്ങനെ പോണു. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്ഥിതിയും ഒരു ജാതി ആയനവനെ ഒന്നും പറയണ്ട. എന്തായിരിക്കും പിന്നെ ചെയ്യുക നമ്മൾ. അപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വരുമ്പോൾ അത് വായിക്കുക, അതിൻ്റെ റിപ്ലൈ ചെയ്യുക, അതൊരു ജോലിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത്. യൂട്യൂബ് ഇപ്പോൾ ഞാൻ തുടങ്ങിയിരുന്നില്ല എന്ന് വെച്ചാൽ വെറും ട്രേഡിങ്. പിന്നെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ദിവസം. കാരണം സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ക്ലോസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് ഇല്ല. ഞാൻ ബിറ്റ് കോയിനും മറ്റൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ 2 ഇൻസ്ട്രുമെൻറ്റ് ഞാൻ ഉപയോഗിക്കുള്ളൂ, ഗോൾഡും പിന്നെ യൂറോ USD. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യൂട്യൂബില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ നിങ്ങളുടെ കമൻസൊക്കെ വരുമ്പോൾ എനിക്ക് നല്ലൊരു ഫീലിംഗാണ്. പിന്നെ ആ റിപ്ലൈ ചെയ്യുമ്പോഴും അതിപ്പോൾ എത്ര ചീത്ത കമൻറ്റ് ആയിക്കോട്ടെ, എൻ്റെ നെഗറ്റീവ് കമൻറ്റും ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഐ ലവ് യു ഗൈസ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് കമൻറ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ അത് റിപ്ലൈ ചെയ്യാനും ഞാൻ അതിലിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ പ്ലീസ് കമൻറ്റ് ഇടുക. എൻ്റെ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ഇടുക. ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ കീപ്പ് പോസ്റ്റിംഗ് മൈ വീഡിയോസ് ഡെയിലി. ഇപ്പോൾ നമ്മൾ 30 days ചാലഞ്ച് എടുത്തില്ലേ, അപ്പോൾ അത് നമ്മൾ നിർവഹിക്കണം. ലെറ്റ്സ് സീ എത്രയും വരെ. ഈ 30 days ചാലഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ ചിലപ്പോൾ ഡൽഹി ആയിരിക്കണം, ഞാൻ ഉണ്ടാവും ഡൽഹിയിൽ 30 ദിവസത്തിനുള്ളിൽ. ഐ ഹാവ് ടു ബി ദെയർ. ഓക്കെ. ഓക്കെ, 4 കിലോമീറ്ററായി. ഇനി 1 കിലോമീറ്ററും ബാക്കിയുണ്ട്. അപ്പോൾ 51 മിനിറ്റിനുള്ളിൽ ഞാൻ 4 കിലോമീറ്റർ കവർ ചെയ്തു. ഇന്നധികം പറ്റില്ല, ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ 1 കിലോമീറ്റർ ഞാൻ കുറയ്ക്കും. നേരെ വീട്ടിൽ പോയിട്ട് കുളിക്കണം. പിന്നെ മറ്റവൻ കിടന്ന് ഉറങ്ങായിരിക്കും ഇപ്പോൾ. കാരണം അവൻ രാവിലെ ഒരു 7-8 മണിയാകുമ്പോഴേ അവൻ എനിക്കുള്ളൂ. പിന്നെ അവൻ്റെ പട്ടികളെയും അവരൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദി ടൈം വർക്ക് ഫ്രം ഹോമാണ് ആളുടെ ഈ എക്സിബിഷൻ്റെ സെയിൽസിൻ്റെ ജോലിയാണ്. അപ്പോൾ ആൾ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മ്യൂസിക് വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ആൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മ്യൂസിക് ഇടും. ആൾക്ക് പ്രശ്നമില്ല, എന്നോട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ശരിയല്ലല്ലോ. അവൻ്റെ വീട്, അവൻ്റെ ഇഷ്ടം. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇന്ന് ആകെ ഭയങ്കരമായിട്ട് വയർത്തുന്നു. ഇന്ന് മിനിയാത്ത മാതിരിയല്ല. ഇന്നലെ ഞാൻ പോയില്ല. ഇന്നലെ ട്രേഡിങ് നടക്കുന്നുണ്ട്, ഞാൻ പോയില്ല. ഇന്ന് ഭയങ്കര ഉഷ്ണം. ഇന്ന് 4 കിലോമീറ്റർ മതി. 4.5 കിലോമീറ്റർ ആയി ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് കാണാം പിന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. See you guys. Bye.